നമ്മളെ വണ്ടി എല്ലാം എത്തിയല്ലോ. ഇങ്ങോട്ട് 1 2 3 4 ഓപ്പോസിറ്റ് വഴി അപ്പൊ പോയല്ലേ? ഓപ്പോസിറ്റ് വഴിയായിരിക്കും പോയടാ. അതുവഴി മെയിൻ റോഡ് ഇറങ്ങിട്ട് അതുവഴി ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും പോയത്. അപ്പൊ നമുക്ക് സാൻഡി പോവാൻ നേരവാ. ഈ വഴി മറ്റേ അയ്യോ ഇപ്പൊ ആരുടെ കോള് പറയാനാ ഡ്രീമറെ? കെവിനും പറയട്ടെ. റെഡി പറഞ്ഞേരാ. എടാ ഇറ്റാച്ചി കെവിനും ഫ്ലഫിയും കൂടി കോള് പറയാം. നിങ്ങള് കറക്റ്റ് ആയിട്ട് ഇത് പറയാ വിളിച്ചു കളിപ്പിക്കണേ. ഞാൻ ഒറ്റ കേസ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇവന്മാരുടെ സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇറങ്ങി നിക്കാന്ന് വിചാരിച്ചോ. ഇറങ്ങി നിക്കണത് നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. ആ ടൈമിൽ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇറങ്ങി നിക്കണ ഒരാള് നമ്മുടെ വണ്ടീനെ തന്നെ ഇടിച്ചിടും. അപ്പൊ നമ്മുടെ ദേഹത്ത് തെറിച്ചു പോകുന്നു. അത് ചിലപ്പോ വീഡിയോ ആയിരിക്കൂല. അവര് പല ഞാൻ FRPയുടെ കേസല്ല പറയണത്. അതായത് അവരങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം അവര് പിന്നെ അവിടുന്ന് ആ മലയിലെ ഒരു പൊസിഷൻ എടുത്തിട്ട് അവരെല്ലാം കൂടെ വളഞ്ഞടിക്കാനും നോക്കത്തുള്ളൂ. ഇതാണ് അവർ അപ്പൊ അത് നോക്കി കളിച്ചാൽ മതി. പാണ്ടിക്കുത്തല്ല, അവര് പാണ്ടിക്കുത്തല്ല. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ബേറ്റ് ആക്കി അവിടുന്ന് ഇവിടുന്നൊക്കെ വളഞ്ഞു വരും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈവേഴ്സ് ഇറങ്ങാണ്ടിരിക്കുക അടിക്കാനാണെങ്കിലും. ഓക്കെ, മനസ്സിലായോ? നിന്റെ കോളിൽ ഞങ്ങൾ ഇറങ്ങുള്ളൂ കേട്ടോ. നീ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. എടാ അതാ പറഞ്ഞത്. ഇല്ലില്ല ഞാൻ പറഞ്ഞേക്ക്. ഞാനങ്ങനെ ചാടി ഇറങ്ങും. അതുകൊണ്ടാണ് ഞാനത് പറയണത്. ഇവൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. ഞാൻ എപ്പോഴും ചാടി ഇറങ്ങും. എനിക്ക് കുറച്ച് ആവേശം കൂടുതലാ. ഞാൻ നിന്റെ കയ്യിലും സാമാനത്തിലൂടെ കയറി പിടിച്ചേക്കുക. കൈ ഫീൽ ചെയ്യുന്നുണ്ട്, സാമാനത്തൊന്നും ഫീൽ ചെയ്യണില്ല. കയ്യില് മാത്രം പിടിച്ചേക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. സ്ലോ മോഡ് കുറച്ച് കൂട്ടിട്ടോ. സ്ലോ മോഡ് കുറച്ച് കൂട്ടിട്ടോ. ഹാർമണി പോയോ? നമ്മള് ഹാർമണി നോക്കിയില്ലായിരുന്നല്ലോ. ഇതവര് വാർഡ ഏരിയ നമുക്ക് ഹാർമണി അങ്ങോട്ട് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ വാ. ഇവിടുന്ന് നമുക്ക് സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെ ഹാർമണി പോയി നോക്കാം. പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല. എല്ലാവർക്കും ഹായ് കൊടുത്തേക്ക്. എല്ലാവർക്കും ഹായ്. നോക്കാവേ. പയ്യന്മാരുണ്ട്. നീർനിറങ്ങളിൽ അടിമയാണ് ഉടമയാര്. നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്. തിരിച്ച വേലിയിൽ ഉലമുടിച്ചത് എത്ര പേര്. മുതുകൂനി തല താങ്ങും ഇനിയും എത്ര നാൾ. എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. പണ്ട് മറ്റേ PGMA കളിക്കുമ്പോ ലാഗ് അടിക്കും ആളുണ്ടെന്ന് പറയുന്നത്. മറ്റേ ബ്രിട്ടീഷ് ക്യാമ്പ് ചെയ്യുന്ന പോലെ. അവിടെ ആളുണ്ട്. ഒന്നും നോക്കരുത്. വെയിറ്റ് ആണ്. അതിന്റെ പിറകെ പോയത്. ഇവന്മാരുടെ വണ്ടി എങ്ങനെ തിരിച്ചറിയൂടാ? ഒന്നും ചെയ്യാല്ല. അവന്മാര് പറയാം അവന്മാരെ കളർ കപ്പപ്പഴ കളറും വൈറ്റും ആണെന്ന് പറയും. നമ്മളാണോ ഇവിടെ ആദ്യം വന്നത്? അവരാണോ ആദ്യം വന്നേ? നമ്മളാണ് ആദ്യം വന്നത്. അത് എനിക്കത് മനസ്സിലാവില്ലായിരുന്നു കൊടുക്കുന്ന കാര്യത്തില്. ഇല്ല അതിനെ പറ്റി സംസാരം തോന്നണേ. പറയണ വെള്ളയും കറുപ്പും എന്നൊക്കെയാണ്. ഇത് റെഡില്ലെന്നൊക്കെയാണ് പറയണ. എന്നിട്ട് റെഡ് അടിക്കുന്നവന്മാര് മനസ്സിലായില്ലേ? അവിടെ കൺസ്യൂമർ നടക്കുമല്ലേ? അതൊക്കെ പറ്റൊക്കെ ഇങ്ങനെ കേറ്റി വരുന്നുണ്ട്. കുറച്ച് രണ്ട് കൂടുതലുണ്ട്. അപ്പുറത്തല്ലേ അത്. Which song you singing എന്നോ? അത് വേറെ വോയിസ് ഓഫ് വോയിസ്ലെസ്. അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നോ? ഓയ് ഊമ്പ് ഡേവിസ് പേടിയാ. ഓ ഇരുമ്പ് ഡേവിസ് എന്നാണോ? അങ്ങോട്ട് ചെന്ന് കേറും. ടയർ അടിക്കാൻ ഒരു വണ്ടി നിൽക്കും.
അവര് ഇവിടെ direct കവർ ചെയ്യും നമ്മളെ. അതാണ് സംഭവിക്കാൻ പോണത്. അത്രയും ദൂരമൊന്നും കിട്ടത്തില്ല ബാബു ഇവിടെ. എടാ ഇവിടെ എത്ര ഹെഡ്ഷോട്ട് 3 തന്നെയല്ലേ ക്ലോസില്? ബോഡിയോ കുറച്ച് കയറ്റാ ബോഡി എത്രയാ അതാണ് അറിയണ്ടേ. അലക്കടിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വരെ ചെല്ലുന്നുള്ളൂ. എന്റെ മാർക്ക് ഉണ്ടാ അവിടെ വരെ ചെല്ലുന്നുള്ളൂ. ആണോ? ഓക്കെ ഓക്കെ. വേണ്ട ഇറങ്ങി വെക്കണ്ട. അവിടെ അടിക്കുകയാണെങ്കിൽ അവന്മാരെ പുഷ് ചെയ്യാൻ പറ്റും. അവിടെ ഇറങ്ങണ്ട, അവിടെ ഇറങ്ങണ്ട. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ. ഞാനേ ഇവിടെ കുത്തട്ടേടാ ഈ ഭാഗത്ത്. ടർഫൊക്കെ എന്ന് വരും എനിക്ക് അറിഞ്ഞൂടാ. ടർഫിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്റെ റൈറ്റ് സൈഡ് നോക്കിക്കോളാം, ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കി നിന്നാ മതി. ലെഫ്റ്റ് ഞങ്ങൾ നോക്കിക്കോളാം. ആ എന്നാ ഓക്കെ. ബ്രാവോ എന്നാ ചാറ്റില് ഗ്രാഫിക്സ് ട്രൈ എന്നോ അവിടെ ഇറങ്ങണ്ട. അതിന്റെ ബാക്കി രണ്ട് വണ്ടി കഴിഞ്ഞാൽ രണ്ട് വണ്ടി കൊള്ളാലോ. ഓ സീൻ അവിടെ ഒരു വെട്ടമൊക്കെ വന്നു കേട്ടോ അടിക്ക്. ഇവിടെ വെച്ച് കറക്റ്റ് ഇവിടെ വെച്ച് അനങ്ങത്തെ. ഞാൻ ഇവിടെ അനങ്ങത്തില്ലേ ഇപ്പഴേ പറയാം. അടിക്ക് നിങ്ങൾ ഇവിടെ നിന്നിട്ട് അടിച്ചാണോ? ഇവിടെ നിന്ന് അടിക്കാൻ പറ്റുന്ന അടിച്ച് ഈ മാർക്കില് അവിടെ നിന്ന് അടിക്കാൻ പറ്റും. അടി കണ്ടു, അവരത് കണ്ടു, കണ്ടു. വേണോ ഇവിടെ ഇവിടെ ശരിയാക്കി കുറച്ചുകൂടെ ബാക്കിലോട്ട് നിക്കത്തുള്ളൂ കേട്ടോ നിങ്ങൾ. ഗുലാൻ കത്തി ഇങ്ങനെ നിർത്താവും. മറ്റേ വീഡിയോടാ ഇറങ്ങി അവിടെ നമ്മുടെ വയമ്പത്ത് ഇറങ്ങി ഗുലാൻ കത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലത്. വണ്ടി ഇവിടെ ക്ലോസ് വന്ന് നിക്കടാ. എടാ വണ്ടി എന്റെ എടാ ഇതെന്താ വണ്ടി എന്റെ മണ്ടേ വീണ്. എടാ ഇതെന്തുവാ? എടാ ഇവിടുന്ന് പോവല്ലേ കാരണം എന്താ വെച്ചാൽ ഗുലാൻ കത്തിരിക്കുക. എടാ ഇതൊക്കെ എന്ത് ഗതികേടാ. മെല്ലെ കോളോളി മെല്ലെ പറയണേക്ക് ഞാൻ ഇവിടെ നിന്നോളാം. ഞാനും ബാലിനും എസ്ആർക്ക് ഇവിടെ നിന്നോളാം. ബാക്കിയുള്ള വണ്ടികൾ ഓടിച്ചു കളിക്കും കേട്ടാ, അല്ലെങ്കിൽ അവര് വളയും. എടാ ഇതെന്താ വണ്ടി ഒന്നും ഇടിച്ചൊന്നുമില്ല എന്നെ. ഇതിപ്പോ എന്ത് ചെയ്യണ്ടേ? അണ്ണാ ബഗ്ഗാണെങ്കിൽ പെട്ടെന്ന് ഇട്ടോ. ബഗ്ഗാണെങ്കിൽ പുറത്ത് കാണിച്ചേ. പുറത്ത് മെസ്സേജ് അയച്ചേ. ഹെൽപ്പ് എന്നടിക്കുമ്പോ റിപ്പോർട്ട് എന്ന് പറഞ്ഞേ. റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ വരും. റിപ്പോർട്ട് അതേഴ്സ് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചാൽ അതിൽ അതർ കൊടുത്തിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി മുകളില് എന്താ വിഷയത്തില്. എനിക്ക് ഒരു വാർ കളിക്കാൻ എനിക്കൊന്ന് ഇറങ്ങാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. ഡൗൺ കണക്കാണ് മനസ്സിലായോ? കേറണം. ഞാൻ തൂക്കാം. വെയിറ്റ് എവിടെ അന്നവിടെ പോയി. ആ അടുത്ത വണ്ടി എടുത്ത എന്തൊരവസ്ഥയാണ്. ഡ്രാഗ് ആയിട്ട് നമുക്ക് വണ്ടി കയറാൻ പറ്റില്ല. അവര് ഗോഡനെ പെട്ടെന്ന് വിളിച്ചേ. വണ്ടി ക്ലോസ് ചെയ്തേ. വണ്ടി ഞാൻ ഹെൽപ്പ് ഇട്ട് ആരും വരുന്നില്ല.